ഈ സോഷ്യൽ മീഡിയയിലെ റീൽസൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ശരിക്കും നമ്മുടെ ഈ ലോകം നിയന്ത്രിക്കുന്ന ആരാണ്? രാഷ്ട്ര തലവന്മാരാണോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരാണോ? ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ലോകം നിയന്ത്രിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ഇപ്പം നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് തന്നെ അതിനൊരു ഉദാഹരണമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ കുരുതിക്ക് കൊടുക്കാൻ പോലും ആൾക്കാർ തയ്യാറാണ്. സോ ശരിക്ക് നിങ്ങളും ഞാനും ഒക്കെ എന്ത് ചിന്തിക്കണമെന്ന് തന്നെ ഡിസൈഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ്. നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താ അത്ര സംസാരിക്കാനുള്ളത്, ഇതൊരു ചെറിയ സംഭവമല്ലേ, നമുക്കത് ഇഗ്നോർ ചെയ്തുകൂടെ എന്നൊക്കെ. പക്ഷേ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഡെയിലി റീല് കാണുവാണ്. ആ റീലിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു രാഷ്ട്രീയപരമായ റീലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആക്ടറിനെ പറ്റിയിട്ടുള്ള റീലായിരിക്കാം, പലതും ആയിരിക്കാം. പക്ഷേ ഈ ഒരു റീല് കാണുന്നതിലൂടെ നിങ്ങളെ ബ്രെയിന് ഓട്ടോമാറ്റിക്കലി ബയസ്ഡ് ആയി പോവുകയാണ്. അതായത് ഒന്നുകിൽ അയാളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അയാളെ ഒപ്പോസ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളെ ഒരു സോഷ്യൽ കണ്ടന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ വരുന്നുള്ളൂ. സോ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു രണ്ട് ഗ്രൂപ്പായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് അവിടെ ഉണ്ടാക്കുന്നത്. സോ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു നെറ്റ്ഫ്ലിക്സ് ഇറക്കിയ ഡോക്യുമെൻ്ററിയാണ് ദ സോഷ്യൽ ഡിലെമ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻ്ററി. ശരിക്കും ഈ ഒരു ഡോക്യുമെൻ്ററി സ്കൂൾസിലൊക്കെ തീർച്ചയായും കാണിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഇപ്പോൾ വളർന്നു വരുന്ന ജനറേഷൻ സോഷ്യൽ മീഡിയ ആണ് എല്ലാം എന്ന് വിചാരിച്ച്, അതിന് പുറത്തേക്ക് ഒരു ലൈഫ് ഇല്ല എന്ന് വിചാരിച്ച് ഇരിക്കുന്നവരാണ്. സോ ഈ ഒരു ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിൽ 2020 റിലീസായിട്ടുള്ളത്. ഈ ഡോക്യുമെൻ്ററിയിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ വലിയ വലിയ കമ്പനികളിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർ അവിടുന്ന് റിട്ടയർ ആയ ശേഷം ഒരു അലേർട്ട് കൊടുക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. എങ്ങനെയാണ് സോഷ്യൽ മീഡിയ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത്. സോ നമ്മൾ ഇങ്ങനെ FBയിൽ ഇരിക്കുന്നവരെ പൊതുവേ പറയുന്ന ഒരു ടൈം FB അമ്മാവൻസ് ആണ്, അവർക്ക് ചിലതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ ശരിക്കും നമ്മളും അതേപോലെ തന്നെയല്ലേ? നമ്മളൊരു ബയസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ഭാഗത്തായിട്ട് തന്നെയല്ലേ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കണം, ഏത് നടനെ സപ്പോർട്ട് ചെയ്യണം, എന്ത് ഫുഡ് കഴിക്കണം, എന്ത് ഡ്രസ്സ് ഇടണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ കണ്ടന്റാണ്. സോ ഈ ഒരു സോഷ്യൽ മീഡിയ ഓൺ ചെയ്യുന്ന ആളുകൾക്ക് ഒരു യുദ്ധം വരെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നമ്മളെപ്പോഴും ഒരു കണ്ടന്റ് കാണുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുക, അത് കറക്റ്റാണോ? നമ്മൾ മനുഷ്യന്മാർക്ക് ഒരു ബോധം പറഞ്ഞ സംഭവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ മനുഷ്യന്മാരെയും മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ളത്. സോ ഈ ഒരു സംഭവം നമ്മളെപ്പോഴും യൂസ് ചെയ്യുക, നമ്മളെല്ലാം അങ്ങോട്ട് മൈൻഡിലേക്ക് എടുക്കുക. ഒരു ബയസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പല കണ്ടന്റ്സും ഉണ്ടാകുന്നത്. സോ നമ്മൾ അവെയർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സോഷ്യൽ ഡിലെമ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അത് മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്ററിയാണ്, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു ഡോക്യുമെൻ്ററി കാണുന്നതിന് മുന്നേ ഞാനും എല്ലാവരോടും ഈ റീൽസൊക്കെ കണ്ട് അതാണ് ശരി, ആ സൈഡിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഫാക്ട് ചെക്കിങ് നടത്താതെ ഞാനും ഒരു ഡംബായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. സോ ഈ ഒരു ഡോക്യുമെൻ്ററി കണ്ടിട്ടുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും അഡിയോസ് വൈബീസ്.